താരസംഘടനയായ അമ്മയിലെ തർക്കം തുടരുന്നതിനിടെ വാർഷിക പൊതുയോഗം നാളെ ചേരും. കൊച്ചി ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ രാവിലെ 10 മണി മുതലാണ് യോഗം. നിലവിലുള്ള എക്സിക്യൂട്ടീവ് ആകെ മാറി പുതിയ നേതൃത്വം വരണമെന്നാണ് ഒരു വിഭാഗം അംഗങ്ങളുടെ നിലപാട്. എന്നാൽ വനിതാ നേതൃത്വത്തെ മാറ്റിയാൽ സംഘടനയ്ക്ക് തന്നെയാണ് മോശം എന്ന വിലയിരുത്തലിലാണ് മുതിർന്ന താരങ്ങൾ. അൻസിബ ഹസനെതിരായ നടപടി ജനറൽ ബോഡി തീരുമാനിക്കട്ടെ എന്ന് ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അംഗങ്ങൾ നിലപാട് സ്വീകരിച്ചു. നാളെ ചേരുന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിൽ മോഹൻലാൽ അടക്കമുള്ള മുതിർന്ന താരങ്ങൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ എന്തായാലും അൻസിബയുടെ വിഷയം സംഘടനയിൽ ചർച്ച ചെയ്യും. സ്വാഭാവികമായും സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലായിരുന്നു അൻസിബയുടെ തീരുമാനങ്ങൾ, നടപടികൾ എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഒരു ഭാഗം അംഗങ്ങളും. അതോടൊപ്പം തന്നെ ഈ ഭരണസമിതി മാറണം എന്നൊരു ആവശ്യവുമൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഒരു ഒപ്പുശേഖരണം അടക്കം നടക്കുന്നു എന്നുള്ളൊരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. പക്ഷേ നിലവിലുള്ള കമ്മിറ്റി അത് മാറിക്കഴിഞ്ഞാൽ അത് സംഘടനയിൽ തന്നെ മോശമാകുന്ന രീതിയിൽ പൊതുജനങ്ങൾക്കിടയിൽ ഒരു ചിത്രീകരണം ഉണ്ടാകും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ സംഘടന തന്നെ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് എന്നാണ് മുതിർന്ന താരങ്ങളുടെ തീരുമാനം. എന്തായാലും ഇതെല്ലാം നാളെ ചേരുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. ഒരു പൊട്ടിത്തെറി തന്നെയാണ് നാളെ ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ ഉണ്ടാകുക. അതേസമയം ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അൻസിബ വിഷയം ചർച്ച ചെയ്തില്ല. അതിന് ജനറൽ ബോഡി തീരുമാനിക്കട്ടെ. ഇനി ഒരു ദിവസം മാത്രമല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ ജനറൽ ബോഡിയിൽ തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകട്ടെ, ചർച്ചയുണ്ടാകട്ടെ എന്നൊരു നിലപാടിൽ ആണ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ അടക്കം എടുത്തിരിക്കുന്നത്. എന്തായാലും ജനറൽ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അൻസിബ ടിനി ടോമിനും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരായിട്ടുള്ള പോലീസിൽ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിച്ചത്. അതിൽ ടിനി ടോമിനെതിരായിട്ടുള്ള അന്വേഷണം, കടവന്ത്ര പോലീസിന്റെ അന്വേഷണവും ഈ അന്വേഷണത്തിൽ കഴമ്പില്ല, അല്ലെങ്കിൽ ഈ ഒരു പരാതിയിൽ കഴമ്പില്ല എന്നൊരു നിഗമനത്തിൽ എത്തുന്നു എന്നാണ് സൂചന. കടവന്ത്ര പോലീസ് സെൻട്രൽ ACPക്ക് റിപ്പോർട്ട് ഉടൻ തന്നെ കൈമാറും. അതിനുശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും നിലവിൽ അൻസിബ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് അൻസിബ നിലപാടെടുക്കുന്നത്. നാളെ നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ അൻസിബ പങ്കെടുക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.